മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മുതിർന്ന നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി. താൻ പാർട്ടി വിടുമെന്ന പ്രചാരണങ്ങൾ തള്ളിയ അദ്ദേഹം താൻ ഒരു കടുത്ത ലീഗുകാരനാണെന്നും പാർട്ടി വികാരമാണ് പ്രകടിപ്പിച്ചതെന്നും വ്യക്തമാക്കി. രണ്ടത്താണിയെ ഇടതുപാളയത്തിലെത്തിക്കാൻ LDF നീക്കം സജീവമാകുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. താൻ എന്നും പാർട്ടിക്കൊപ്പമാണെന്നും ഇന്നുവരെ ട്രാക്ക് തെറ്റി സഞ്ചരിച്ചിട്ടില്ലെന്നും രണ്ടത്താണി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലുള്ള വികാരം മാത്രമാണെന്നും പാണക്കാട് തങ്ങളെ നേരിൽ കണ്ട് സംസാരിച്ചതായും അദ്ദേഹം എടുത്ത നിലപാടിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുമണിലെ ലീഗ് സ്ഥാനാർത്ഥി PMS സമീറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും സാഹചര്യം? ഞാൻ ആ സാഹചര്യമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയേണ്ടതില്ല. പരിഗണിച്ചില്ല എന്നുള്ളൊരു വിഷമമാണ്. ആ പോസ്റ്റിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പ്രകടമാണ്. ചിലർ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് താല്പര്യം? അല്ല, അത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. പാർട്ടി വിടുന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്നുവരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഞാൻ ആരെല്ലാം ഇവിടെ ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സംസ്ഥാന നേതാക്കന്മാരുമായി സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇതൊരു അസാധാരണമായ ഒരു രീതിയാണ്. ഇപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായതാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ അങ്ങനെ പറയാമെന്നുള്ളത് അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ അങ്ങനെ തീരുമാനങ്ങളെ ആരും അവഗണിക്കല്ലല്ലോ ചെയ്തത്. നിങ്ങളത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു രീതിയിലല്ലല്ലോ പറഞ്ഞത്. ഒരു പ്രതികരണം മാത്രമല്ലേ അത്. എൻ്റെ നേതാക്കന്മാർ ഞാൻ എപ്പോഴും ഫോണിൽ ബന്ധപ്പെടുന്നതല്ലേ. അങ്ങനെ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാഹചര്യ മാറ്റമായിട്ടൊന്നും ആരും അതിനെ കാണുന്നില്ല. ആദരണീയനായ തങ്ങളെ നിങ്ങൾ പോയി കണ്ടല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞ്? അതന്നെ ആ നിലപാട് തന്നെയുള്ളൂ. തിരൂരങ്ങാടിയിൽ PMS സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ രണ്ടത്താണി നേരത്തെ രംഗത്തെത്തിയിരുന്നു. അർഹതപ്പെട്ടവരെ തഴഞ്ഞ് ചിലരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. രണ്ടത്താണിയുടെ അതൃപ്തി മുതലെടുത്ത് അദ്ദേഹത്തെ LDF സ്ഥാനാർത്ഥിയാക്കാൻ CPIM ചർച്ചകൾ നടത്തിയിരുന്നു. തിരൂരങ്ങാടിയിലോ താനൂരിലോ മത്സരിക്കാൻ അവസരം നൽകാമെന്നും അതല്ലെങ്കിൽ താൽപര്യമുള്ള മറ്റേതെങ്കിലും സീറ്റ് നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിലുണ്ടായ തർക്കങ്ങൾ രണ്ടത്താണിയുടെ പുതിയ വെളിപ്പെടുത്തലോടെ താൽക്കാലികമായി അടങ്ങുമെന്നാണ് വിലയിരുത്തൽ. എങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഇപ്പോഴും അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410 7034071111.